ബിസിനസ് വളരണം എന്നുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റം വേണമെന്ന് എല്ലാവർക്കും അറിയാം. മൈ ക്വസ്റ്റ്യൻ ഈസ്, എന്താണൊരു പ്രോപ്പർ സിസ്റ്റം? ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ വിഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതൊരു ബിസിനസ് ഓണറുടെ ഇമാജിനേഷനാണ് അല്ലേ. അദ്ദേഹം കാണുന്ന ഒരു ഫ്യൂച്ചറാണ് അല്ലെ, അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചറാണ് നമ്മൾ പറയാറുണ്ട്. ഇതേപോലെ തന്നെയാണ് സിസ്റ്റവും. ആസ് എ ബിസിനസ് ഓണർ എൻ്റെ ഒരു തരി ഇൻ്റർവെൻഷനും ഇല്ലാതെ, ഒരു തരി ഇടപെടുമില്ലാതെ എൻ്റെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്, അത് ആക്ച്വലി ആസ് എ ബിസിനസ് ഓണർ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സിസ്റ്റം മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് പറയാം. അതാണ് ആക്ച്വലി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. 100% എൻ്റെ ബിസിനസ് ഞാനില്ലാതെ നടന്ന് കാണുന്നത് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഒരു 90% എൻ്റെ ബിസിനസ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുക. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആസ് എ ബിസിനസ് ഓണർ എവിടെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ പെയിൻ പോയിൻറ്റ്സ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, സെയിൽസ് നടക്കുന്നില്ല. ചില സമയത്ത് സെയിൽസ് വരുന്നിട്ട് ക്യാഷ് വരുന്നില്ല. ചില സമയത്ത് ടീം പെർഫോം ചെയ്യുന്നില്ല. എവിടേക്കാണോ റിക്കറിങ് ആയിട്ട് നിങ്ങൾക്ക് പെയിൻ പോയിൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എനിക്ക് റിക്കറിങ് ആയിട്ട് പെയിൻ വരുന്നതെന്നുള്ളതാണ്. ആസ് എ ബിസിനസ് ഓണർ എഗെയിൻ ഞാൻ തന്നെ പോയിട്ട് അതിനെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ പണി അതായിട്ട് മാറും. അതിന് പകരം എന്താണ്, ആസ് എ ബിസിനസ് ഓണർ നിങ്ങളൊരു സിസ്റ്റം ആർക്കിടെക്റ്റായിട്ട് മാറാം. ആ ഒരു സംഗതി കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ചെയ്തെടുക്കാൻ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്, 1, 2, 3, 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആർക്കാണ്, റൈറ്റ്, ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടും ഡോക്യുമെൻ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ പ്രോസസ്സ് ആളുകളെ ട്രെയിൻ ചെയ്യണം, അതിനെ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യണം. അപ്പോൾ നിങ്ങളില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി അവിടെ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന് ഫ്രീ ആവാൻ പറ്റുന്നുണ്ടാവാം. പല ബിസിനസ് ഓണേഴ്സും ഇപ്പോൾ നമുക്ക് നമ്മുടെ TX കൺസൾട്ടിങ് 100 കണക്കിന് ബിസിനസ് ഓണേഴ്സിനെ 1-to-1 ബിസിനസ് അസസ്മെൻറ്റിലൂടെ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല ബിസിനസ് ഓണേഴ്സിനും സിസ്റ്റമുണ്ട്, പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് റിസൾട്ട് കൊണ്ടുവരുന്ന ആളുകളെ അക്കൗണ്ടബിൾ ആക്കുന്ന ആ ഒരു എലിമെൻറ്റ്സ് ആ ഒരു സിസ്റ്റത്തിൽ മിസ്സിംഗ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണോ ആക്ച്വലി ആ ഒരു സമയത്ത് ആരാണോ ചെയ്യേണ്ടത് അതിന് ക്ലാരിറ്റി ഉണ്ടാവണം, എന്താണ് ചെയ്യേണ്ടത് ക്ലാരിറ്റി ഉണ്ടാവണം, അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനൊരു മെക്കാനിസം ഉണ്ടാവണം. അങ്ങനെയാണ് നമുക്ക് അതിനൊരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്നത്. ഇതിനൊക്കെ തുടക്കം നിങ്ങൾക്ക് 100% നിങ്ങളുടെ ബിസിനസ് നിങ്ങളില്ലാതെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ലെൻസിലൂടെ കാണാൻ പറ്റുന്നതിലൂടെയാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് വരാൻ പറ്റുക. അതല്ലാതെ ഞാനുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന രീതി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രൂപത്തിലേക്കുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്.